അപ്പൊ ഒരു പത്തനാപുരംകാരി ഇന്ന് ദുർഗ എന്ന സീരിയലിൽ അഭിനയിക്കുന്നു. അതോടൊപ്പം നിരവധി സിനിമകളിലും കൈകോർത്തിട്ടുണ്ട്. അപ്പൊ ഈ പത്തനാപുരംകാരിയുടെ ഒരു ജേണി എങ്ങനെയായിരുന്നു? പത്തനാപുരം എന്ന് പറയുന്ന ഒരു ഗ്രാമം, ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അവിടെ നിന്ന് ഫിലിമിലേക്കുള്ള ഒരു ട്രാവൽ ഭയങ്കരമായിരുന്നു. ഇന്ന് പറയുമ്പോൾ എളുപ്പമാണ്, ഇന്ന് പറയുമ്പോൾ യാത്ര വലിയ ദൂരമായിരുന്നു തീർച്ചയായിട്ടും. കാരണം അന്ന് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. നമ്മുടെ സ്കൂളുകളിൽ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ മാത്രമാണ് നമുക്ക് സ്റ്റേജ് വൈസ് ഉള്ള ഓപ്പർച്യൂണിറ്റീസ്. ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ട്, ഒരു റീല് പോലും മതി ഫിലിമിലേക്ക് എത്താൻ. ഒരു റീല് വഴിയാണ് ഞാൻ ഈ സീരിയൽ എത്തിയതും. അതെ, അതോടൊപ്പം തന്നെ ഇപ്പം പറഞ്ഞു, ഇപ്പം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ചാൻസസും ഉണ്ട്. അന്നൊക്കെ പറഞ്ഞ് നമ്മൾ എങ്ങനെ ആരെ തേടും, അല്ലെ ഏത് രീതിയിൽ പോയാലായിരിക്കും ചാൻസ് കിട്ടുന്നതെന്നൊക്കെ നമുക്ക് കുറെ അവയർനെസ് ഉണ്ട്. അപ്പൊ ഇതിൽ ഞാൻ ചോദിക്കുന്നത്, തീർച്ചയായിട്ടും ഒരു പത്തനാപുരംകാരി എന്ന് പറയുമ്പോൾ ഒരു ഉൾഗ്രാമം എന്ന് പറയാം. അവിടെ നിന്ന് ഈ സിനിമകൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അഭിനയത്തോടൊരു ത്വര തോന്നിയത് എപ്പോഴാണ്? അഭിനയിക്കണം, ഒരു നടിയാവണം എന്നൊക്കെ തോന്നിയത് 7 വയസ്സുള്ളൊരു സമയമാണ്. 7 വയസ്സിലെ ആക്ട്രസ് ആകണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. പിന്നെ ഞാൻ 10th പഠിക്കുന്ന സമയം മുതലാണ് മീഡിയാസിൽ വന്നു തുടങ്ങിയത്, ടെലിവിഷനിൽ വന്നു തുടങ്ങിയത്. എന്റെ നാട്ടിൽ GCN എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. ആ ചാനലിലായിരുന്നു ആദ്യം പ്രോഗ്രാം ചെയ്തു തുടങ്ങിയത്. അവിടെ തുടങ്ങിയതാണ് യാത്ര. പിന്നീട് ഷോർട്ട് മൂവീസ്, ഡിവോഷണൽ ആൽബംസ്, മൂവീസ്, പിന്നെ സീരിയൽ. ഈ വീട്ടിൽ ആർക്കെങ്കിലും ഇതുപോലെ അഭിനയിക്കണം എന്ന് അങ്ങനെ ആഗ്രഹം ഉണ്ടോ? ഇല്ല, വീട്ടിൽ അങ്ങനെ ആർക്കും ഉണ്ടായിരുന്നില്ല. എങ്ങനെ തോന്നിയത് നടിയാവണം? ഞാൻ പറഞ്ഞില്ല, അതിങ്ങനെ തോന്നുമായിരുന്നു. ഒന്നും കണ്ടോണ്ട് തോന്നിയതല്ല, പക്ഷെ ആ ഒരു 7 വയസ്സുകാരിയിൽ ഉദിച്ചൊരു ആഗ്രഹമാണ് ആക്ട്രസ് ആവണം ഭാവിയിൽ. ഇന്ന് പുറകോട്ട 7 വയസ്സുകാരിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കഷ്ടപ്പാടും അനുഭവങ്ങളും ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. കാരണം നമ്മള് ഒരു യാത്രയിലല്ലേ. അപ്പൊ ആ യാത്ര, ഇതിനൊരു എൻഡ് ഇല്ലല്ലോ. കലാപരമായിട്ടുള്ള ഒരു ജീവിതത്തിന് അങ്ങനെ ഒരു അവസാനം ഒന്നുമില്ല. അതെ, നമുക്ക് നല്ല ക്യാരക്ടേഴ്സ് കിട്ടുക, എന്നും ഒരു കലാകാരിയെ ഇരിക്കുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അതിൽ കൂടുതൽ എന്നെ സന്തോഷിപ്പിക്കുന്ന മറ്റൊന്നും തന്നെ ഇല്ല. അപ്പോ ആ വയസ്സ് മുതൽ ഇന്ന് വരെ നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമുള്ള ഒരു കാര്യം. ഏതൊക്കെ സിനിമകൾ ചെയ്തു? ഞാന് കുറെ മൂവീസ് ചെയ്തിട്ടുണ്ട്. ജനകൻ, തിരുവമ്പാടി തമ്പാൻ, ഹീറോയിനായിട്ട് ചെയ്ത മൂവി ആദ്യമായിട്ട് വിശുദ്ധ പുസ്തകം എന്ന് പറയുന്ന മൂവിയാണ്. പപ്പയുടെ സ്വന്തം അപ്പൂസിലെ ബാലതാരം ബാദുഷയില്ലേ, മമ്മൂക്കയുടെ മകനായിട്ട് അഭിനയിച്ചേ, അദ്ദേഹത്തിന്റെ പേരായിട്ടാണ് ആദ്യമായിട്ട് ഹീറോയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ ലൈവ് എന്ന് പറയുന്ന മൂവി, തമിഴില് ദണ്ടുപാളയത്തിൽ ഹീറോയിൻ ആയിരുന്നു. തമിഴിലും പോയി. അതെ. പിന്നെ അവാർഡ് കിട്ടിയ മൂവിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, തമ്പാച്ചി. പിന്നെ ആവണി എന്ന് പറയുന്ന മൂവി. അങ്ങനെ കുറെ മൂവീസ് ചെയ്തിട്ടുണ്ട്. ഈ ആലിയെ ഇപ്പം കാണുന്ന പോലെ ദുർഗയെ കാണുന്നത് കേട്ടോ, അതില് ഒരു ചേഞ്ചാ. അതങ്ങനെ വേണമെന്ന് ഡയറക്ടറാണ് ആവശ്യപ്പെട്ടത്. ചാനലില് ഞാൻ അങ്ങനെ ഒരു കൊടുത്തു, മീൻസ് നമുക്ക് ഇങ്ങനെ ഒരു അപ്പിയറൻസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും, നോർമൽ ലുക്ക് അല്ലാണ്ടൊന്ന് പരീക്ഷിച്ചാലോ എന്ന് ചാനൽ ഹെഡിനോട് സംസാരിച്ചു. ഇപ്പൊ ലുക്ക് ടെസ്റ്റ് ചെയ്തു, കാണിച്ചു കൊടുത്തു. അപ്പം നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ അത് കേളി ഹെയർ ഒക്കെ സെറ്റ് ചെയ്തപ്പോൾ അവർക്ക് ഇഷ്ടമായി. ഇത് തന്നെ ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞു. താങ്ക് യു. ഒരു മെച്യൂർഡ് ക്യാരക്ടർ ആണല്ലോ, അപ്പൊ നമുക്ക് ഇതിനേക്കാൾ കുറച്ചും കൂടെ ഒരു മെച്യൂരിറ്റി അതിന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഫോളോ ചെയ്യാമെന്ന്.